ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ഐസ്ക്രീമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് പപ്പായ നല്ല പഴുത്തത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാമിൻ്റെ വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് പാല്, നല്ല തണുത്ത പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്പായയുടെ സീഡും സ്കിന്നും ഒക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പപ്പായ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിക്ക് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. പപ്പായ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാലൊഴിച്ചിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായ ശേഷം ബാക്കിയിരിക്കുന്ന പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് വിപ്പ് ചെയ്തെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്നും കൂടി ഇത് വിപ്പ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഒഴിച്ച് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സ്പാച്ചുല കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പപ്പായ എടുക്കുമ്പോൾ നല്ല കളറുള്ള പപ്പായ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിവിടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിനെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് ഇത് 4 മണിക്കൂർ തണുക്കാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് ഫ്രീസറിൽ നിന്നെടുത്ത് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കും. ഇതിവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഈ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇത് പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് 8 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഐസ്ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം.